സാമ്പത്തിക ക്രമക്കേട് നടത്തിയ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് CPM ജനകീയ മാർച്ച് നടത്തി. കോട്ടപ്പാടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ നിക്ഷേപകർ രംഗത്ത് വന്നതോടെയാണ് CPM കോട്ടപ്പാടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത്. ബാങ്കിനെതിരായി നിയമപരമായി മുന്നോട്ടു പോകുമെന്നും CPM കോട്ടപ്പാടം ലോക്കൽ കമ്മിറ്റി അറിയിച്ചു. നിരവധി നിക്ഷേപരും മാർച്ചിൽ അണിനിരന്നു. വേങ്ങ സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബാങ്കിന് മുന്നിൽ എത്തിയതോടെ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് റൂൾ ബാങ്ക് എന്തായെന്ന് ആദരണീയനായ ലീഗിന്റെ ജില്ലാ സെക്രട്ടറി വക്കീലൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. ആ സ്ഥാപനത്തിനായിട്ട് പറയാ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തുമ്പോ ഇതാ രേഖയുണ്ട്. എന്താ രേഖയുള്ളത്? എന്താ ഓഡിറ്റ് റിപ്പോർട്ട്? ഓരോ സാമ്പത്തിക വർഷം കഴിയുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ന്യൂനതകളുണ്ടാവും. ആ ന്യൂനം പിന്നീട് ഭരണസമിതി യോഗം പരിശോധിച്ചിട്ട് ആ ന്യൂനം പരിശോധിച്ചുള്ള വ്യക്തമായ മറുപടി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും. CPM മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. എത്രയും പെട്ടെന്ന് വഞ്ചിക്കപ്പെട്ടവരുടെ പണം തിരികെ നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടെ വ്യാജരേഖ ചമച്ച് ഇവിടെ രാജ്യത്തെ സഹകരണ നിയമത്തിനെതിരായി ഏത് ഉയർന്ന പദവിയിൽ നിങ്ങൾ ഇരുന്ന് താഴോട്ട് പോന്നാലും തെറ്റ് ചെയ്തവൻ എന്നായാലും നിയമത്തിന്റെ മുമ്പിൽ എത്തിക്കാനുള്ള രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതാണ്, CPIM-നുള്ളതാണ്. ആ ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളത് കൊണ്ട് എന്നും ആ ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. CPIM കോട്ടപ്പാടം ലോക്കൽ സെക്രട്ടറി മനോജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ രാജൻ മാസ്റ്റർ, ഐലിക്കര മുഹമ്മദ് അലി, TR സെബാസ്റ്റ്യൻ, P പങ്കജവല്ലി തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.